നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. വരുന്ന ശനിയാഴ്ച രാജ്യം ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരണമാണ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ. സോ ആ ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, സാധാരണ ജനങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം, ബിസിനസ് ആൾക്കാർക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വരുന്ന പങ്ക്തിയിൽ നമ്മൾ നോക്കുന്നത്. സോ എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത് സാധാരണക്കാരെ മീൻസ് അവർക്ക് ഏറ്റവും ഫേവറബിളായിട്ടാണ് എപ്പോഴും നമ്മുടെ BJP ഗവൺമെൻറ്റിലുള്ള ഇവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാറുള്ളത്. സോ അതിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ ടാക്സ് സ്ലാബിലുള്ള മാറ്റങ്ങളാണ്. പുതിയ റെജീമിൽ ടാക്സ് സ്ലാബ് എക്സംഷൻ 7 ലക്ഷം രൂപ വരെ റിബേറ്റ് ഗവൺമെൻറ് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 10 ലക്ഷം രൂപ വരെ ആവാം എന്നൊരു സാധ്യത എല്ലാവരും നിരീക്ഷകർ പറയുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ 10 ലക്ഷം രൂപ വരുമാനം ഉള്ള വ്യക്തികൾക്ക് TDSO അല്ലെങ്കിൽ പിടിക്കേണ്ടതായിട്ട് ആവശ്യമല്ല, ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമോ വരുന്നില്ല. സോ അത് വലിയൊരു മാറ്റമായിരിക്കാം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ന്യൂ റെജീമിൽ NPS നാഷണൽ പെൻഷൻ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു അഡീഷണൽ ഡിഡക്ഷൻ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി ഓൾഡ് റെജീമിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഡിഡക്ഷൻസ് അലോവബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അത് ന്യൂ റെജീമിലും കൂടെ NPSൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം, നാഷണൽ പെൻഷൻ സ്കീമിലുള്ള കോൺട്രിബ്യൂഷന് വേണ്ടി മാത്രം ഒരു അഡീഷണലായിട്ട് ഒരു ബെനിഫിറ്റ് കൊണ്ടുവരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. സോ അതുമാത്രമല്ലാതെ ഈ പറയുന്ന പോലെ ടാക്സ് സ്ലാബ് നമുക്ക് മാറ്റുന്നതിലൂടെ തന്നെ ടാക്സ് റേറ്റും അതുപോലെ തന്നെ മാറ്റാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി എന്ന് പറയുന്നത് 5, 10, 15, 20, 30 ഈ ഒരു രീതിയിലാണ് കറൻ്റ്ലി ഇപ്പം ടാക്സിൻ്റെ ഒരു സ്ലാബ് റേറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ന്യൂ റെജീമിൽ ഇപ്പോഴത്തെ പുതിയൊരു ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് 25% എന്ന് പറയുന്ന ഒരു ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ, അതായത് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ. മറ്റത് 20 ലക്ഷത്തിന് മേളിൽ ഫ്ലാറ്റ് 30% ആണ്. പക്ഷേ ആ 15 ലക്ഷം രൂപ വരെ മുതൽ 15 ലക്ഷത്തിന് മേളിൽ ഫ്ലാറ്റ് 30% ആണ്. അത് 15 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളിൽ 25% എന്നും 20 ലക്ഷത്തിന് മേളിൽ നമുക്ക് ഒരു 30% തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുമുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എബോവ് 20 lakhs 30% എന്നും 15 to 20 lakhs നമുക്ക് 25% എന്നുള്ള ഒരു ടാക്സ് സ്ലാബ് കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് നമുക്ക് സാലറി ആൾക്കാർക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ളത് 75,000 രൂപയായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ന്യൂ റെജീമിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓൾഡ് റെജീമിൽ ഇപ്പോഴും 50,000 തന്നെയാണ്. ആ പറയുന്ന 75,000 രൂപ 1 ലക്ഷം രൂപയായിട്ട് ഹൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരും അതൊരു എക്സ്പെക്റ്റേഷനായിട്ട് കാണുന്നുണ്ട്. 1 lakh ആയിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹൈക്ക് വരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ റെജീം ബേസ്ഡ് ടാക്സ് ലയബിൾ ബേസിസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ. ഓൾഡ് റെജീമിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ നമുക്ക് ATC എന്ന് പറയുന്ന ടാക്സ് ഡിഡക്ഷൻ റേറ്റ് 1.5 lakhs ആണ്. അപ്പം അത് 3.5 നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് കാണുന്നുണ്ട് ഓവറാൾ. എങ്കിലേ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരുടെ സേവിങ്സ് മെൻറ്റാലിറ്റി ഓൾഡ് റെജീമിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻകം ഡിഡക്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 1.5 നിന്നും 3.5 നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒരു ഷോർട്ടല്ല എങ്കിലും അങ്ങനെ ഒരു കാരണം ന്യൂ റെജീമിൽ ഇവർ കൂടുതൽ നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോഴേക്കും ഓൾഡ് റെജീമുകാരെ കൈവിടുന്നു എന്നുള്ളൊരു ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് റെജീമിൽ ഇങ്ങനൊരു ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. 1.5 lakhs നിന്നും 3.5 lakhs ഒരു ഇൻക്രീസ് കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ സെക്ടറിൽ നമുക്ക് ഇൻട്രസ്റ്റിൽ നമുക്ക് ഡിഡക്ഷൻസ് അലോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പറയുന്ന ഇൻട്രസ്റ്റ് സെക്ഷൻ അത് ATC ഡിഡക്ഷനിലല്ല, ചാപ്റ്റർ 6 ഡിഡക്ഷൻസിലല്ല വരുന്നത്. അതല്ലാതെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് പോർഷൻ്റെ ഒരു ഡിഡക്ഷൻ അപ് ടു 2 lakhs നമുക്ക് ഡിഡക്ഷൻ കിട്ടുമായിരുന്നു ഓൾഡ് റെജീമിൽ. അതും ഇൻക്രീസ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് ഗ്രോത്തിൽ ഒരു പ്രധാന ഘടകമാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത്. അതും ബിൽഡിംഗ് കോൺട്രാക്ട്സ് ഒക്കെ അതിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഈ വ്യക്തികൾക്ക് ലോൺ എടുക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് നമുക്ക് അതിനകത്ത് വേണമെന്നുള്ളത് കൊണ്ട് ഇൻട്രസ്റ്റ് പോർഷൻ ഒരു 2 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ടാക്സ് റെജീമിൽ നമുക്ക് പറയാവുന്ന കാര്യം. ഇതിന് പുറമെ ഗവൺമെൻറ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് ജോബ് കരിയേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പോളിസീസ് റീഫോം ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ലോൺ സെക്ടറിൽ ഇൻട്രസ്റ്റ് സബ്സിഡീസ് നമുക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോണിൻ്റെ ടെന്യൂർ പീരീഡ് നമുക്ക് 8 years വരെയാണ് നമുക്ക് നോർമൽ. 7 മുതൽ 8 വർഷത്തിനകത്താണ് എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ചിലപ്പം ഇൻക്രീസ് ചെയ്തേക്കാം എന്നുള്ളൊരു ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. ലോൺ റീപേയ്മെൻറ്റ് ടെന്യൂർ
8 എന്നുള്ളതിന് പകരം ഒരു 10 to 12 ഇയേഴ്സിലോട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ കൂടുതലാണ്. ഇവിടുന്ന് നമ്മുടെ അന്യനാട്ടിലേക്കുള്ള ചേക്കേറലാണ് കൂടുതൽ, അതും പ്രത്യേകിച്ച് യൂത്തിൽ. കാരണം ഇവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണ്, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മീൻസ് ജനങ്ങളുടെ ഇടയിലോട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് കൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അന്യനാട്ടിലോട്ടുള്ള ചേക്കേറൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ലോണ് സബ്സിഡി കൂടുതൽ കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് സബ്സിഡി എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ജോലി മേടിച്ച് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ സബ്സിഡി കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഫോർഡബിൾ ഹോംസ്, അതായത് നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, അതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഫോർഡബിൾ ഹോംസിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും ഗവൺമെൻറ് മുന്നിൽ വയ്ക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ചേഞ്ചസ്. സോ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ GST നമ്മുടെ ഫൈനാൻസ് ബഡ്ജറ്റിൻ്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ കൂടിയും, GST കൗൺസിൽ ആണ് അത് തീരുമാനിക്കുന്നതെങ്കിൽ കൂടിയും ചിലപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു GST റേറ്റ് കറൻറ്റ്ലി 18% നിന്നും റെഡ്യൂസ് ചെയ്ത് 12% റെഡ്യൂസ് ചെയ്തേക്കാം എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ ഈ പറയുന്ന ബഡ്ജറ്റ് ചിലപ്പം ഡിക്ലെയർ ചെയ്തേക്കാം. അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കുന്ന GST കൗൺസിലാണെങ്കിലും ഈ പറയുന്ന ബഡ്ജറ്റിൽ നമുക്കതൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ 18% GST എന്ന് പറയുന്നത് കുറച്ച് 12%-ലോട്ട് അല്ലെങ്കിൽ ആ പറയുന്ന വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് അടുത്ത് ഉള്ളതെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പം സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് 20% ടാക്സാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡിക്ലെയർ ചെയ്തിരുന്നത്. അതിൽ മാറ്റമൊന്നും വരാൻ സാധ്യത കാണുന്നില്ല, കാരണം കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും സർക്കാരിന് മീൻസ് ഇൻകം കിട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അജണ്ട. പക്ഷേ നേരെ മറിച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ 12.5% ആയിട്ട് ഇൻക്രീസ് ചെയ്തിരുന്നത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് 10%-ലോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരികയും, അതുപോലെ ഇൻഡെക്സേഷൻ മെത്തേഡ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് പോർട്ട്ഫോളിയോയിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആ ഒരു രീതിയിലോട്ട് ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോങ് ടേം ഡെപ്പോസിറ്റ്സിലോട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സിൽ ഈ പറയുന്ന പോലെ 12.5-ൽ നിന്ന് തിരിച്ച് 10%-ലോട്ടും ഇൻഡെക്സേഷൻ മെത്തേഡ് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഓൾറെഡി ഇത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത്തവണ ചേഞ്ചസ് വളരെ മിനിമലായിരിക്കും. സ്റ്റിൽ അതൊരു പ്രതീക്ഷയായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം ചെറിയ രീതിയിൽ വോളറ്റൈലായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉണർവിന് വേണ്ടിയിട്ട് ചിലപ്പം സർക്കാർ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം.